സോ അതുകൊണ്ടാണ് പല ആളുകൾക്കും പല തരത്തിലുള്ള ഫോബിയാസ് ഉള്ളത്. അതായത് ചില ആളുകൾക്ക് ഹൈറ്റ് പേടിയാണ്, മറ്റു ചിലർക്ക് ക്രൗഡാണ് പേടി, വേറെ ചിലർക്ക് പാറ്റ, പല്ലി, പട്ടി, പാമ്പ്, അങ്ങനെ പലർക്കും പലതാണ്. ഒരാൾക്കൊന്നിനോട് തോന്നുന്ന പേടിയായിരിക്കില്ല മറ്റൊരാൾക്ക് തോന്നുക. ഫോർ എക്സാമ്പിൾ സൗണ്ട് പേടിയുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഇത് ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ ഭയങ്കര വിയർഡായിട്ട് തോന്നും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സംഭവമാണ്. ശരിക്കും ഫോബിയാസ് ഉണ്ടാകാൻ പല റീസൺസും ഉണ്ട്. ഇതിലെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബയോളജി, പേഴ്സണൽ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ എൻവയോൺമെന്റൽ കണ്ടീഷനിങ്, ഇതൊക്കെയാണ്. ചില ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്നും കുറച്ചുകൂടെ റിയാക്റ്റീവായിട്ടുള്ള ഫിയർ സിസ്റ്റമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിൻ ചില പ്രത്യേക സാഹചര്യങ്ങളോടോ വസ്തുക്കളോടോ വളരെ വേഗത്തിലും ഇൻറ്റൻസീവായിട്ടും പ്രതികരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളിൽ മിക്ക ആൾക്കാരും പേടിക്കും. ഇറ്റ്സ് ടോട്ടലി ബയോളജിക്കൽ. പക്ഷേ ചില പേടികൾ നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, കോഴി കൊത്താനിട്ട് ഓടിച്ചിട്ടുള്ള ഒരാൾക്ക് കോഴിയെ പേടിയായിരിക്കും. ചെറുപ്പത്തിലൊക്കെ നമ്മളുടെ ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ പേരൻസോ ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് പേടിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു ഫിയർ മെമ്മറി ക്രിയേറ്റ് ആവുകയും സമാനമായ ഏത് സാഹചര്യത്തെ ഒരു ത്രെറ്റായിട്ട് കാണാനും ഇത് കാരണമാകുന്നു. പലപ്പോഴും നമുക്ക് വ്യക്തമായ ഓർമ്മയില്ലാത്ത പാസ്റ്റ് ഈവൻസ് വരെ നമ്മളിൽ ഫോബിയ ഉണ്ടാക്കാറുണ്ട്. ഇനി മറ്റു ചില ഫോബിയാസ് കണ്ടീഷനിങ് കൊണ്ടാണ് ഉണ്ടാകാറുള്ളത്. ഇതിൽ സൊസൈറ്റിയുടെയും കൾച്ചറിൻ്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, സ്നേക്കിനെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്ക് അതിനോട് ഭയം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ മറ്റൊരാൾക്ക് പെട്ടെന്നൊരു പാമ്പിനെ കാണുമ്പോൾ അതിനോട് നല്ല പേടി തോന്നിയേക്കാം. നമ്മുടെ ത്രെഡ് ഡിറ്റക്ഷൻ സിസ്റ്റത്തിലെ ചെറിയൊരു പോരായ്മയാണ് ഫോബിയാസ്. വൺസ് നമ്മുടെ ബ്രെയിൻ ഒരു കാര്യം ഡേഞ്ചറസ് ആണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബിലീഫിനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് വരെ അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഓൾസോ ഈ എക്സ്പീരിയൻസ്, മെമ്മറി, ലേണിംഗ്, കണ്ടീഷനിങ് എന്ന കാര്യങ്ങളൊക്കെ പല ആളുകൾക്കും പലതാണ്.